ചെയ്യാൻ പോവാണേ. വൈകുന്നേരം ഒരു 5:30-6 മണി ആ ടൈമിൽ നമ്മൾ മഡ്ഗോവനിലെത്തി. അവിടെയാണ് ഗോവയിലേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് നമ്മൾ ലഗേജ് എടുത്ത് ഒരു ചെറിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം ട്രെയിൻ കുറച്ച് മുന്നോട്ട് കയറിയാണ് നിർത്തിയത്. അവിടുന്ന് ഇറങ്ങി ലഗേജും പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് നടന്ന് അപ്പുറത്തെ സൈഡിൽ ഫ്രണ്ട് എക്സിറ്റിൽ എത്തണമായിരുന്നു. പിന്നെ അവിടുന്ന് നമുക്കാണെങ്കിൽ ഒരു റെൻ്റേ ക്യാബ് കിട്ടി. അത് ചേട്ടൻ ഓൾറെഡി നേരത്തെ എന്തോ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അവിടുന്ന് നമ്മൾ റെൻ്റേ ക്യാബ് എടുത്ത് ഗോവൻ സിറ്റികളിലൂടെ നമ്മളാണെങ്കിൽ വൈകുന്നേരം ഒരു 7 മണി ആ ടൈമിൽ നമ്മൾ ഉറപ്പിച്ച് പോവുകയാണ്. ചേട്ടനാണ് ഡ്രൈവർ. നമ്മൾ അത്യാവശ്യം ഗോവയിലെ നൈറ്റ് വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാൻ മനസ്സിലായി. കാരണം ഫുൾ ലൈറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ പള്ളികളുണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് പോകാനിരുന്ന പള്ളി കണ്ടിട്ടില്ല. നമ്മൾ നേരെ റൂമിലേക്കാണ് കേട്ടോ. ഒരു റൗണ്ട് ബോട്ടിലുള്ള ഒരു സംഭവമാണിത്. കുറച്ചൊരു 3-4 ഡോൾഫിനും വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മൾ താമസിക്കാൻ പോകുന്ന കറീസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. അത്യാവശ്യം അടിപൊളി ആംബിയൻസ് ആയിരുന്നു അവിടെ നൈറ്റിൽ. നമ്മളെത്തി. വി ആർ ലാൻഡഡ്. അപ്പോൾ നമ്മൾ ഗോവയിൽ ഒരു വൈകുന്നേരത്തോടു കൂടി എത്തി. ഫുഡൊക്കെ കഴിച്ചു ഫ്രഷായി റൂമിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മാമ്മയും അപ്പച്ചനും അമ്മയും റേച്ചലും ഏടനും ഒക്കെ റൂമിലാണ്. അവർക്ക് ഒരു ക്ഷീണം വന്ന് ഉറങ്ങി. അപ്പം ഞാനും ചേച്ചിയും ചേട്ടനും ഈ ചായനും വയറേയും കൂടെ ഒന്ന് നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. കളർഫുള്ളാണ് മൊത്തം. ഗോവയിൽ എല്ലായിടത്തും നല്ലൊരു ഉത്സവത്തിൻ്റെ ഫീലിംഗ് ആണ്. കാരണം നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഉത്സവത്തിനാണല്ലോ ഇത്രയും ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ ആ മണലിൽ കൂടെ കുറച്ച് നേരം നടന്നു. ഇതൊരു ബീച്ച് സൈഡാട്ടോ. പിന്നെ അവിടുത്തെ വഴിയോര കച്ചവടമാണ് ഇതെല്ലാം. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ചീപ്പ് റേറ്റും ഉണ്ടാവും. നമ്മൾ ചോദിച്ചില്ല കേട്ടോ. കാരണം അവിടെ പോയി ഇരുന്നപ്പോൾ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തപ്പോൾ അവിടെ ഒരു 500 രൂപയാണ് ഒരു ജ്യൂസിന്. അതോടുകൂടി ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ടർക്കിഷ് ഐസ്ക്രീം ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് ട്രൈ ചെയ്യാൻ പോവാണേ. അത് വാങ്ങിക്കേണ്ടത്. ഇന്നിനി അമ്മമ്മയുടെ ബർത്ത്ഡേ ആണ്. രാവിലെയാണ് അമ്മമ്മയുടെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും പിന്നെ സെലിബ്രേഷൻസൊക്കെ ആയിട്ട് രാവിലെ കാണാം.